നമ്മുടെ അഡ്വർടൈസിങ്ങിൽ വിഷ്വൽസിനെ പോലെ തന്നെ കണ്ടൻസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് കണ്ടൻസ്, അതായത് കണ്ടന്റ് റൈറ്റിംഗ് എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ ഓക്കെ കണ്ടന്റ് റൈറ്റിംഗ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽ മീഡിയയിൽ കാണുന്ന വല്ലതും നേരത്തെ എഴുതിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അധികം 90%. ഓക്കെ, അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. നമ്മളൊരു സൂപ്പർഫിഷ്യലായിട്ട് കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വരുന്നത്, അഡ്വർടൈസിംഗ് റൈറ്റിങ്ങിൽ വരുന്നത് കോപ്പി റൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ലിങ്ക്ഡിനിൽ നമ്മൾ എഴുതുന്നതായിരിക്കില്ല ഇൻസ്റ്റയിൽ എഴുതുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബി ടു ബിയിലേക്ക് വേണ്ടി എഴുതുന്നതായിരിക്കില്ല B2Cക്ക് എഴുതേണ്ടത്. രണ്ടും അതിൻ്റെ സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷനും അതിൻ്റെ എന്താ പറയുക സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഫീൽഡാണ്. പക്ഷേ ഇത് നമ്മൾ റീലിൽ നമുക്ക് വളരെ ചെറുതായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് യൂട്യൂബിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും. ഞാൻ ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരിക്കൽ ഒരു പ്രൈവറ്റ് കൺസേർട്ടിൽ ദുബായിൽ യേശുദാസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ യേശുദാസ് പറയേണ്ട ആവശ്യമില്ല, ലെജൻഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പാടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിച്ച് വെച്ച പാട്ടിൻ്റെ പോലെയല്ല, ചില ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ചില രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് അദ്ദേഹം പാടുക. ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ TV പ്രോഗ്രാംസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഇൻറ്റൻഷനലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ സ്വരസ്ഥാനങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ആളുകളെ അത് ഓർമ്മിപ്പിക്കുക, ആളുകളെ അതിലേക്ക് എൻഗേജ് ചെയ്യിക്കുക, ആ കൺസേർട്ടിലേക്ക് കുറച്ചും കൂടെ അടുപ്പിക്കുക എന്നാണ് അദ്ദേഹം അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ പാട്ടിൻ്റെ ഗ്രാമർ തന്നെ മാറ്റിമറിക്കുന്നു. ഈ നുവാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുവാൻസ് ഇൻറ്റൻഷനലാണ്. ആപ്പിളിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തിങ്ക് ഡിഫറെൻ്റ് എന്നാണ്. തിങ്ക് ഡിഫറെൻ്റ് ആക്ച്വലി ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് റോങ്. തിങ്ക് ഡിഫറെൻ്റ്ലി എന്നാണ് കറക്റ്റ് ഗ്രാമർ. പക്ഷേ തിങ്ക് ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു പഞ്ചുണ്ടാകും. അപ്പോൾ അതിനർത്ഥം ഈ രണ്ട് കേസുകൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യേശുദാസ് തെറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആ റൈറ്റർ തെറ്റ് ചെയ്തതല്ല. പക്ഷേ അവർ അവർക്കൊരു ഒബ്ജക്റ്റീവ് എന്താണ്, പുറത്തുള്ള ഓഡിയൻസിനെ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നാണ് അവർ ശ്രദ്ധിച്ചത്. അത് ഇറ്റ്സ് വെരി സൈക്കോളജിക്കൽ. അതുകൊണ്ട് തന്നെ ഈ കണ്ടൻറ് റൈറ്റിംഗ് അല്ലെങ്കിൽ കണ്ടൻറ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സൈക്കോളജിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തിയററ്റിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഒന്ന് പാസ് എന്ന് പറഞ്ഞു, PAS, പിന്നെ ഐഡ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പാസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അക്രോണിയമാണ് പാസ് എന്ന് പറയുന്നത്, PAS എന്ന് പറഞ്ഞിട്ട്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം, A എന്ന് പറഞ്ഞാൽ അജിറ്റേഷൻ, പിന്നെ S എന്ന് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിൻ്റെ കാര്യം പറയുകയാണ്. ഈ ക്ലയൻറ്റ് പറയുമ്പോൾ ക്ലയൻറ്റ് ആ വിഷയം അതാണ് പ്രോബ്ലമായിട്ട് കാണുന്നത്. ആ വിഷയത്തിനെ നമ്മൾ ആ വിഷയം അഡ്രസ്സ് ചെയ്തതിന് ശേഷം, ഞാൻ റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവ് പറഞ്ഞ കേട്ടോ, ആ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തതിന് ശേഷം അതിനെ അജിറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ അതിനെ ഒന്ന് വിപുലീകരിക്കും, അതിനെ എലാബറേറ്റ് ചെയ്യിക്കും. എന്തിനാ, ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എവിടേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എഫക്ട്സ് കുറച്ചും കൂടെ വൈഡ് സ്പ്രെഡ് ആക്കി കാണിച്ചുകൊണ്ട് അജിറ്റേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഈ പ്രൊഡക്റ്റിനെ കാണിച്ചു. ഐഡിയ ആണെന്നുണ്ടെങ്കിലും, ഐഡിയ എന്ന് പറഞ്ഞാൽ AIDA. ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, പിന്നെ ഡിസയർ ആൻഡ് ആക്ഷൻ. എന്ന് വെച്ചാൽ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ നമ്മുടെ ഹെഡ്ലൈനോ അല്ലെങ്കിൽ കണ്ടൻറ്റോ എന്ത് വേണം, ആൾക്കാർ ശ്രദ്ധിക്കണം, അങ്ങനെ അറ്റൻഷൻ വാല്യൂ വേണം. രണ്ടാമത് വരുന്നത് എന്താണ്, ഇൻട്രസ്റ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് മേലെ കാണുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരണം. ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞ് പിന്നെ ഡിസയറാണ്, ആ പ്രോഡക്റ്റ് സ്വന്തമാക്കാനുള്ളൊരു ഡിസയർ ഈ പറഞ്ഞ കണ്ടൻറ്റ് കൊണ്ട് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെ മെത്തേഡ്സാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ നിന്ന് എൻഡ് ചെയ്തു, എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മളതിൽ ടച്ച് ചെയ്ത് പോയത്, ഇതൊക്കെ അതിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നാലാമത് വരുന്നത് എന്താണ്, ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കൺസ്യൂമർ അല്ലെങ്കിൽ ആസ് എ റീഡർ അയാൾ കൺസ്യൂമറായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അയാൾ അത് പർച്ചേസ് ചെയ്യുന്നു. ഇതാണ് ഐഡിയയും കൊണ്ടും പാസ്. കണ്ടൻറ് റൈറ്റർ ഒരു നോർമൽ കേസിൽ നമ്മളൊരു ഉപരിപ്ലവമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സൂപ്പർഫിഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടൻറ് റൈറ്റർ സാധാരണ
ഒരു ആളുകളുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് MA അല്ലെങ്കിൽ ഒരു PhD എടുത്ത ആൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന അല്ല, അങ്ങനെയല്ല. ഇത് ലാംഗ്വേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു 30% മാത്രമേ ആവുന്നുള്ളൂ. ബാക്കി 70%ഉം എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ആളുകളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാം, അതാണ് നോക്കുന്നത്. ആപ്പിളിൻ്റെ അത്രയും ഫേമസ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ഒരു ഹെഡ്ലൈൻ ഒരു റോങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻറ്റൻഷനലാണ്, പർപ്പസ്ലി അങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ യേശുദാസ് അത് പാട്ടിൻ്റെ സ്വരസ്ഥാനം തിരിച്ച് പാടുന്നത് അദ്ദേഹം പിന്നെ അറിയട്ടല്ല, അത് അദ്ദേഹം പർപ്പസ്ലി ചെയ്തതാണ്. ഇങ്ങനെ കുറേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡിഫൈ ദ ഓഡ്സ് എന്ന് പറയില്ലേ, ഓഡ്സ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഓഡ്സിനെ ഡിഫൈ ചെയ്യുക. അതാണ് പ്രൊഫഷണൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ലെവൽ ആൾക്കാർ ചെയ്യുക. ഒരു ഹയർ ലെവൽ ആൾക്കാർ ചെയ്യുക. അവരെല്ലാം പഠിച്ചതിന് ശേഷം അതിനെ നൈസായിട്ട് അതിനെ തെറ്റിക്കും. അതിന് നുവാൻസ് എന്ന് പറയും. ഈ നുവാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുവാൻസ് ഇൻറ്റൻഷനലാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് പറയുക, കോഗ്നിറ്റീവ് ഡിസൈൻ എന്ന് പറയും. ആളുകളുടെ കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ ആളുകളുടെ കോഗ്നിറ്റീവ് മൈൻഡിനെ നമ്മളതിനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് അവരിലേക്ക് ഇതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പടർത്തുകയാണ്. സോ ഇറ്റ്സ് പ്യൂർലി സൈക്കോളജിക്കൽ. ഇപ്പോൾ ഒരു ആഡിൻ്റെ കോപ്പി ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും റേഡിയോ ജിങ്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഈ ഒരു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രദ്ധിക്കുന്ന ആഡുകളിൽ ഈ സംഗതികൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ചില ഏജൻസിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഉള്ളത് പഞ്ച് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണലായിട്ട് കൺവെൻഷനലായിട്ട് നമ്മൾ നാട്ടിൽ കാണുന്ന പരസ്യങ്ങളും ഒക്കെ അതൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ ആ ഒരു മെത്തഡോളജി കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു റിപ്പറ്റീഷൻ കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ നസ്രിക്ക് തോന്നാം, ഇപ്പോൾ ഈ ഒരു കണ്ടൻറ് റൈറ്റിങ്ങിൽ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം കണ്ടൻറ് റൈറ്റിങ്ങിൽ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടൻറ് റൈറ്റേഴ്സിൻ്റെ ചാൻസ് പോയോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുത്തോ എന്ന് ചിന്തിക്കാം. അത് നാച്ചുറലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒബ്ജക്റ്റീവിനെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് അത് ആ ഒബ്ജക്റ്റീവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് സൊല്യൂഷനായിട്ട് ആളുകളുടെ മുമ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദാറ്റ് വിൽ ലാസ്റ്റ്. നേരെ മറിച്ച് ഒരു നോർമൽ ഒരു ക്ലീഷേ പോലെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ല. അങ്ങനെയാണത് വരുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് സൊല്യൂഷൻ തരും, പക്ഷേ അതിന് ഇമോഷൻ വാല്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് ലോജിക്കൽ റീസണിങ് ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കണ്ടൻറ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ചൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് പറയുകയാണെങ്കിൽ ഒന്ന് എന്ന് പറയുകയാണെങ്കിൽ നോൺ ലീനിയർ അപ്രോച്ചാണ്. രണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആംബിഗ്വിറ്റിയാണ്. ഈ നോൺ ലീനിയർ അപ്രോച്ച് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഡയറക്റ്റ് ഒരു A to Z പറഞ്ഞു പോകുന്നതിന് പകരം അതിൽ കുറേ ഫ്ലാഷ് ബാക്ക്സ് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് ആളുകളെ ജസ്റ്റ് കണ്ടു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ബൗദ്ധികമായിട്ട് അവരെ ഫോളോ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ബാക്കോട്ട് പോകും, തിരിച്ച് കറണ്ട് സ്റ്റോറിയിലേക്ക് വരും, പിന്നെ ബാക്കോട്ട് പോകും. അങ്ങനെ ആ ഒരു സ്റ്റോറി നേരിട്ട് പറയാതെ ലെയേഴ്സായിട്ട് കുറച്ച് പിറകോട്ടും മുന്നോട്ടും പോകുന്ന അതിനെയാണ് നോൺ ലീനിയറായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറീസ് എപ്പോഴും നോൺ ലീനിയറാണ്. നമ്മളിപ്പോൾ അതൊരു ക്രോണോളജിക്കലി 1 by 1 ആയിട്ടല്ല, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മൾ ഓർമ്മയിലെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണ് അല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രോമ, ചില പേടിപ്പെടുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടാണ്. അതല്ല ഒരു ഈ പറഞ്ഞ രീതിയിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല. ഇനി അതുമല്ല, നമ്മുടെ ഇമോഷൻസ് എല്ലാം വരുന്നത് അസോസിയേറ്റഡ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇമോഷനിൽ നമ്മൾ പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന മാതിരിയായിരിക്കും വേറെ എന്തെങ്കിലും സംഭവങ്ങൾ റിലേറ്റഡ് വരും. ആളുകളുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ദേ ടെൻഡ് ടു റീഇൻറ്റർപ്രറ്റ് ദെയർ പാസ്റ്റ്. മുമ്പ് നടന്ന കാര്യങ്ങൾ അവരതിനെ എപ്പോഴും അപ്പോൾ അന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല, അതിനൊന്നും കൂടെ ഒന്ന് വേറെ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ലെയറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കണ്ടൻറ്റ്
ക്രിയേറ്റ് ചെയ്യുന്ന ആൾ എപ്പോഴും റീക്രിയേറ്റ് ചെയ്യണതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒരു പിക്ചർ ഫോമാറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ആഡ് ഫോമാറ്റിലേക്കോ അല്ലെങ്കിൽ നോവൽ ഫോമാറ്റിലേക്കോ സ്ക്രിപ്റ്റായിട്ടോ കൺവേർട്ട് ചെയ്യണം. ഇറ്റ്സ് നത്തിങ് ന്യൂ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം അവർ തീർച്ചയായിട്ടും ഇന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ നോൺ ലീനിയറായിട്ട് ഇപ്പോഴത്തെ ഒട്ടുമിക്ക സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ലൈക്ക് ബാഹുബലി ആദ്യം ആദ്യം കാണിച്ചിട്ടാണ്, ഫസ്റ്റ് പാർട്ട് കാണിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ ആക്ച്വലി അതിൻ്റെ ബിഗിനിങ് ആണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, ആദ്യം കാണിച്ച് തൊട്ടിട്ട് അവസാനത്തേക്ക് കൊണ്ടുവരല്ലോ ചെയ്തത്. സംഭവിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പിറകിൽ എന്താണെന്നുള്ളത്, കട്ടപ്പ് എന്താണെന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നത്. ഈവൻ ദുരന്തറാണെന്നുണ്ടെങ്കിൽ ദുരന്തർ 1 and 2 ഫസ്റ്റ് പാർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യം, സെക്കൻഡ് പാർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ. അതിൽ തന്നെ കുറേ ഫ്ലാഷ് ബാക്കും കാര്യങ്ങൾ വരുമ്പോൾ എന്തായി, അത് നോൺ ലീനിയറായി. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്ലോ പോലെ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യുമ്പോൾ ആളുകൾ സത്യത്തിൽ എന്താ ചെയ്യുന്നത്, ആ ക്രിയേറ്ററുടെ കൂടെ തന്നെ ആളുകളുടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ആളുടെ മനസ്സിൻ്റെ കൂടെയാണ് അവരുടെ അനുവാചകർ, അല്ലാന്നുണ്ടെങ്കിൽ ആ റീഡേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സ്, ഇവരെപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയാണ്. ഒരു പുറകോട്ട് പോകുമ്പോൾ ഇവരും പുറകോട്ട് പോകും, തിരിച്ച് റിയാലിറ്റിയിലേക്ക് കറണ്ട് സിറ്റുവേഷനിലേക്ക് വരും, ഇങ്ങോട്ട് വരും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകും. ഈവൺ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബ്രാൻഡിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലോഞ്ചിറ്റിവിറ്റി എന്താണെന്നുള്ളത് ഒക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ആ രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് ആ രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ടാകുന്നത്. ഇപ്പോൾ ലൈക്ക് തിങ്ക് ഡിഫറെൻ്റ് എന്ന സംഭവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോഴും ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടി പറയുന്നത് റോങ് ഇംഗ്ലീഷാന്ന് പറയും. ബട്ട് അവരുടെ മനസ്സിൽ ആ സംഭവമുണ്ട് അല്ല. ഇപ്പോൾ ലൈക്ക് നൈക്കിയുടെ ഒരു ലൈൻ എന്താ, ജസ്റ്റ് ഡു ഇറ്റ് അല്ലേ. ഈ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് കേൾക്കുമ്പോൾ അത് ഷൂ ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ഷൂവിൻ്റെ ആട്രിബ്യൂട്ട്സുമായിട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി കണക്ഷൻ അറ്റ് ഓൾ. പക്ഷേ അത് പറയുന്നത് എന്താ, ആക്ഷനാണ്. ജസ്റ്റ് ഡു ഇറ്റ് നൗ, അതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്യൂബറിസം പറയുന്നത്, ആ ഒരു അഡ്രിനാലിൻ, അതാണ് ഒരു സ്പോർട്സ് എന്നുള്ള രീതിയിൽ അത് ഇംപ്ലൈ ചെയ്യുന്നത്. അവരൊരു കോമ്പറ്റീറ്റർ ഇപ്പോൾ അഡിഡാസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇമ്പോസിബിൾ ഇസ് നത്തിങ് എന്നാണ് അഡിഡാസിൻ്റെ ഭാഷ. അതായത് ഇമ്പോസിബിൾ എന്ന് പറയുന്നതിനെ പുച്ഛമായി കാണുകയാണ്, ഇറ്റ്സ് നത്തിങ് എന്ന് പറയുകയാണ് അതിൻ്റെ അഡിഡാസിൻ്റെ ക്യാരക്ടർ. അപ്പോൾ എന്തും വരുന്നോടത്ത് വെച്ച് വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് ആൻഡ് ഐ വിൽ ബ്രേക്ക് ആൾ ദ ഓഡ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലേക്ക് അതിനെ ആളുകളെ ഇൻസ്പയർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന കണ്ടൻറ്റോട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എല്ലാ ഹെഡ്ലൈൻസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആളുകൾ അത് വിഷ്വലൈസ് ചെയ്യുന്നു. ഈവൺ ഇപ്പോൾ ഒരു ഫിലിം കാണുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഇടയിലുള്ള ബ്രേക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സൈലൻസ് അല്ലെങ്കിൽ പോസ്, അതിന് പോലും ആ വിഷ്വൽ കൂടെ മീനിങ്സ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഒരു ആഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈനും അതിൻ്റെ ബോഡി കോപ്പിയും അതിൻ്റെ ടാഗ് ലൈനും അതും കണ്ടൻറ് തന്നെയാണ്. ഒരു ആഡ് ഫിലിമിലേക്ക് വരുമ്പോൾ ഇത്രയും സംഗതി എല്ലാം കൂടെ ഒരു ഷോർട്ട് വിതിൻ സെക്കൻഡ്സിലേക്ക് ഈ ബ്രാൻഡിനെ മൊത്തം പുഷ് ചെയ്യുന്ന രീതിയിൽ അതും കണ്ടൻറ് റൈറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൽ അത്രയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ചലഞ്ചിങ് ആയിട്ടുള്ളതും ഒരു സംഭവമാണ് കണ്ടൻസ് അല്ലെങ്കിൽ കണ്ടൻസ് ക്രിയേഷൻ എന്ന് പറയുന്നത്. സോ ഇതിവിടെ നിൽക്കുന്നില്ല. ഇൻ ഫ്യൂച്ചറിൽ നമുക്കിതിനെക്കുറിച്ച് ഇൻഡെപ്ത് പറയാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നല്ല ഈവൻ നാട്ടിലാണെന്നുണ്ടെങ്കിലും നല്ല റൈറ്റേഴ്സും ബഡ്ഡിങ് റൈറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ ദേ ഓൾ വിൽ ബിക്കം ഓക്കെ. താങ്ക് യു.